കഥാപ്രസംഗ കലയെ ജനകീയവൽക്കരിച്ച മഹാപ്രതിഭയെ അനുസ്മരിച്ചു. പാലിൽ പോഷക ഗുണങ്ങളുണ്ട്. മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക ഗുണങ്ങൾ ലഭിക്കുള്ളൂ. അങ്ങനെ ഒരു പാലുണ്ട്. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത. ജനതാ പാൽ. കഥാപ്രസംഗ കലയെ ജനകീയമാക്കുകയും ലോക സാഹിത്യത്തിലെ ധാരാളം മികച്ച കൃതികളെ കഥാപ്രസംഗ രൂപത്തിൽ സാധാരണക്കാരിൽ എത്തിക്കുകയും ചെയ്ത അനശ്വരനായ ഖാദികൻ വി സാംബശിവനെ മാണിയാട്ട് അനശ്വര റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി അനുസ്മരിച്ചു. ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി വേണുഗോപാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മഹാകവി കുമാരനാശൻ അദ്ദേഹത്തിന്റെ ഈ ഒരു ഹരികഥ കേൾക്കാൻ വേണ്ടിയിട്ട് വേദിയിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. അങ്ങനെ കഥയൊക്കെ കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതിന് ഒരു നല്ല ഒരു പുതിയൊരു ആവിഷ്കാര രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ട് എൻ്റെ കഥയുണ്ടല്ലോ ചണ്ടാല ഭിക്ഷുകി. പ്രശസ്ത ഖാദികൻ ഈയക്കാട് വിജയൻ സാംബശിവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. SSLC, +2, NMMS, LSS, USS എന്നിവയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ വേദിയിൽ വെച്ച് അനുമോദിച്ചു. K. മോഹനൻ മാസ്റ്റർ കുട്ടികൾക്ക് ഉപഹാരങ്ങൾ നൽകി അനുമോദന പ്രഭാഷണം നടത്തി. K. ലക്ഷ്മണൻ മാസ്റ്റർ, PV ഉണ്ണിരാജൻ, V. ബാലചന്ദ്രൻ, P. ദിലീപ് കുമാർ, PP രാജേഷ്, PV സരിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലിക്കോട്. പാലിൽ പോഷക ഗുണങ്ങളുണ്ട്. മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക ഗുണങ്ങൾ ലഭിക്കുള്ളൂ. അങ്ങനെ ഒരു പാലില്ല എന്നല്ലേ ടീച്ചർ ഇന്നലെ പറഞ്ഞേ? അങ്ങനെ ഒരു പാലുണ്ട്. ജനതാ പാൽ. നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന ക്ഷീര കർഷകരിൽ നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിലെത്തിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷക ഗുണങ്ങൾ. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത. ജനതാ പാൽ. അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷക ഗുണങ്ങളുമുള്ള പാലേതാണ്? ജനതാ പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം.